100-day challenge for FN and SMC trading, day 16. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്കൊരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ നമുക്ക് വാലിഡ് ആണെന്നുള്ള കൺഫേം ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചാർട്ടിലേക്ക് പോകാം. ഇതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലോവർ ലോസ് ബ്രേക്ക് ചെയ്യുന്നതും എല്ലാ ഹയർ ഹൈസ് ബ്രേക്ക് ചെയ്യുന്നതും നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു വിക്കിന്റെ ലോ മാർക്കറ്റ് ഇവിടെ വിക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഇതിപ്പം വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല എന്നുള്ളത്. കാരണം നമുക്കതൊരു ബോഡി വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അഥവാ ഇത് വിക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിക്കിന്റെ ലോ എന്ന് പറയുന്ന മാർക്കറ്റ് ബോഡി വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വാലിഡ് ആയിട്ട് കണക്കാക്കാം. അതായത് ഈ ഒരു വിക്കിന്റെ ലോ എന്ന് പറയുന്നത് ഇവിടെ ബോഡി വെച്ച് ക്ലോസ് ചെയ്തില്ല, ഇവിടെയും വിക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത്, അപ്പം ഇത് വാലിഡ് അല്ല. ദെൻ ഈ ഒരു വിക്കിന്റെ ലോ ഇവിടെ വിക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത്, അതും വാലിഡ് അല്ല. ഈ ഒരു വിക്കിന്റെ ലോ ഇതും വിക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത്, അതുകൊണ്ട് അതും നമുക്ക് വാലിഡ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റില്ല. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് വിക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്തു, അവിടെ വാലിഡ് അല്ല. ദെൻ എപ്പോഴാണോ ഇതിന്റെ ലോ ബോഡി വെച്ച് ക്ലോസ് ചെയ്യുന്നത്, ഈ ഒരു ക്യാൻഡലിന്റെ ലോ ആണ് ഇവിടെ ബോഡി വെച്ച് ക്ലോസ് ചെയ്തത്, ഇത് ബോഡി വെച്ച് ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അപ്പൊ എന്താവും, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നതാണ്. അതായത് എപ്പോഴാണോ ആ ഒരു വിക്കിന്റെ ലോ, അതായത് പ്രീവിയസ് ആയിട്ടുള്ള നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള വിക്കിന്റെ ലോ ബോഡി വെച്ച് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. ഇതിൽ നിങ്ങൾ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം. അതായത് നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഈ ഒരു ലോ എന്ന് പറയുന്നത് വിക്ക് വെച്ച് ക്ലോസ് ചെയ്തത് കൊണ്ട് നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കാൻ വേണ്ടി പറ്റില്ല. അതേസമയം ആ ക്ലോസ് ചെയ്തിട്ടുള്ള വിക്കിന്റെ ലോ നമുക്ക് ബോഡി വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേസമയം ഈ ഒരു ലോ വിക്ക് വെച്ച് ക്ലോസ് ചെയ്തതുകൊണ്ട് അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കാൻ വേണ്ടി പറ്റില്ല. അതേസമയം ഈ വിക്കിന്റെ ലോ നമുക്ക് ബോഡി വെച്ച് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ലോ ബോഡി വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വാലിഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് 1 minute. See you tomorrow.